ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോണത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ലഡു ആട്ടോ. ഈ കർക്കിടക മാസം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ റെഡിയാക്കുന്നത് കണ്ടു നോക്കിയാലോ. ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ടാട്ടോ. നമുക്കിതിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന എള്ളാണ്. പിന്നെ നമുക്ക് വേണ്ടത് അവലാട്ടോ. അവൽ വേണം. പിന്നെ ഞാൻ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. ഇതെല്ലാം 250 ഗ്രാം വെച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കരിപ്പെട്ടി ശർക്കര കേട്ടോ. ഞാനിവിടെ ശർക്കര ഒരു 500 ഗ്രാം എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മധുരം കൂടുതലുണ്ടെങ്കിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ ശർക്കര കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. എല്ലാം ആരും തന്നെ ഞാനിവിടെ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ടാണിത് നമ്മൾ റെഡിയാക്കാൻ പോണത് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിലും അപ്പം നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വറുത്തെടുക്കണം. അത് നന്നായിട്ട് പൊട്ടി വരുമല്ലോ, അതാണ് അതിൻ്റെ പാകം. അതുപോലെ തന്നെ അവലും നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലൊരു ക്രിസ്പി പരുവത്തിൽ അവൽ വറുത്തെടുക്കണം. അതുപോലെ തന്നെ കടലയും നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത് കേട്ടോ. കുറഞ്ഞ തീയിലിട്ട് വേണം നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ കർക്കിടക മാസത്തിൽ നമുക്കുണ്ടാകുന്ന രക്തക്കുറവ്, അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ, നടുവേദന, ഇതിനൊക്കെ നമുക്ക് നല്ലൊരു ഇതാട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഇതിനകത്ത് വേറെയും ഒരുപാട് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. അതിനുശേഷം ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. തേങ്ങ ഇട്ടാൽ കുറച്ച് ടേസ്റ്റ് കൂടും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഇടാം കേട്ടോ. ഞാനിവിടെ ഒരു തേങ്ങ ഫുള്ള് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ശർക്കര ഇവിടെ പാനിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശർക്കര പാനിയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കരിപ്പട്ടി ശർക്കര തന്നെ എടുക്കണം കേട്ടോ. നമ്മുടെ സാധാ ശർക്കര എടുത്താൽ പോരാ, എന്നാലേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം നന്നായിട്ട് ഞാൻ ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പൊടിച്ച് വെച്ച നമ്മുടെ എള്ളും അതുപോലെ തന്നെ കടലയും അവലും എല്ലാം നന്നായിട്ട് അതിനകത്ത് മിക്സാക്കി എടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും അതുപോലെ ഏലക്കയും കൂടെ ചതച്ചതാണ് കേട്ടോ. ചെറിയ ജീരകം കേട്ടോ. ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പൊടി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇതൊരു പൊടിയായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് ചൂടോടെ തന്നെ ഇത് ഒരു ലഡു പോലെ നമുക്കിത് ഉരുട്ടി വെക്കാം കേട്ടോ. ദിവസവും ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി കേട്ടോ. എല്ലാവരും ഈ ഒരു മാസത്തിലും അല്ലെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ലഡു നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇങ്ങനെ എപ്പോഴെപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാനും തോന്നും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.